മുൻകാലങ്ങളിൽ വലത് ഇടത് മുന്നണികൾ മാറി മാറി വിജയിച്ചു കയറിയ മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. കഴിഞ്ഞ 20 വർഷമായി ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന കോഴിക്കോട് നോർത്ത് മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുമോ എന്നതാണ് അറിയേണ്ടത്. കോഴിക്കോട് നിന്നും ലക്ഷ്മി പ്രിയ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, സിവിൽ സ്റ്റേഷൻ, എരഞ്ഞിപ്പാലം, വെസ്റ്റ് ഹിൽ തുടങ്ങി കോഴിക്കോട് നഗരത്തിന്റെ സുപ്രധാന ഇടങ്ങൾ അടങ്ങുന്നതാണ് കോഴിക്കോട് നോർത്ത് മണ്ഡലം. 1957 രൂപീകരിച്ച മണ്ഡലം കോഴിക്കോട് 1 എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആദ്യ 2 തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലം കോൺഗ്രസിനൊപ്പമായിരുന്നു. ശേഷം ഇരു മുന്നണികൾക്കും മണ്ഡലത്തിലെ ജനങ്ങൾ അവസരങ്ങൾ നൽകി. 2001 എ സുജനപാലാണ് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ അവസാനത്തെ MLA. പിന്നീടുള്ള 20 വർഷത്തോളം മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ചത് LDF സ്ഥാനാർത്ഥികളായിരുന്നു. അവസാനം അത് തോട്ടത്തിൽ രവീന്ദ്രനിൽ എത്തി നിൽക്കുന്നു. കോഴിക്കോട് ചേവായൂരിലെ അവയവമാറ്റ ശസ്ത്രക്രിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. 5 വർഷത്തിനുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താനും കക്കോടി കണ്ണാടിക്കൽ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുണ്ടെന്ന് തോട്ടത്തിൽ രവീന്ദ്രൻ MLA പറഞ്ഞു. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ തന്നെ ഏറ്റവും അവസാനം വന്നിട്ടുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 600 കോടി രൂപ വകയിരുത്തിയിട്ട് അവയവമാറ്റ ശസ്ത്രക്രിയ അത് ലോകത്തിൽ 3ാമത്തെയാണ്. മെഡിക്കൽ കോളേജിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ചുരുങ്ങിയ ഒരു 300 കോടി രൂപേൻ്റെങ്കിലും പ്രവർത്തനങ്ങൾ ഇപ്പം നടത്തിയിട്ടുണ്ടാവും. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഓരോന്നും മെഡിക്കൽ കോളേജിൽ ഞാൻ എൻ്റെ MLA ഫണ്ടിൻ്റെ ഏകദേശം ഒരു 10 കോടി രൂപയോളെങ്കിലും കൊടുത്തിട്ടുണ്ട് ഞാനവിടെ. എൻ്റെ ഇതിൽ ഏകദേശം 33 കോർപ്പറേഷൻ വാർഡുകളാണ് ഈ മണ്ഡലത്തിലുള്ളത്. 2-3 റോഡുകൾ എല്ലാ വാർഡുകളിലും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരുവിധം എല്ലാത്തിനെയും പ്രവൃത്തിയും പൂർത്തീകരിച്ചെങ്കിലും ഒരു വിദ്യാഭ്യാസ കോംപ്ലക്സ് ഉണ്ടാക്കുകയാണ്. നമ്മൾ 7 കോടി രൂപേന് വകയിരുത്തിയിട്ടുണ്ട്. എല്ലാ വിദ്യാഭ്യാസ ഓഫീസുകളും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാണ്. ഒരു സ്ഥലത്ത് പോയാൽ മതി. NGO ക്വാർട്ടേഴ്സ് ഉണ്ട്. 16 ഏക്കർ സ്ഥലമുണ്ട്. അതിങ്ങനെ ചെറിയ പഴയ കാലത്ത് 10-60 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള പഴയ ചെറിയ വീടുകളാണ്. ഒരുവിധമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണുപോയി കാട് പിടിച്ച് കിടക്കും. ആ സ്ഥലം മുഴുവൻ എടുത്തിട്ട് 2 ടവറുകൾ ഉണ്ടാക്കിയിട്ട് 12 നിലയുള്ള 2 ടവറുകളിൽ നല്ല ഫ്ലാറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഇവരെ അതിലേക്ക് മാറ്റിയിട്ട് അവിടെ ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു കൺവെൻഷൻ സെൻ്ററാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. കനാൽ സിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം അതൊക്കെ ശരിക്കും യാഥാർത്ഥ്യമായാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മാറ്റമായിരിക്കും ശരിക്കും ഉണ്ടാവാൻ വേണ്ടി പോകണം. 1118 കോടി രൂപ അതിന് അനുവദിച്ചിട്ടുള്ളത്. കാരണം ഒരു നഗരവികസനത്തിൽ വല്ലാത്ത മാറ്റമാണ് യഥാർത്ഥത്തിൽ അതൊക്കെ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് അത്രയും അനുവദിച്ചിട്ടുള്ളത്. UDF ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും DCC ജനറൽ സെക്രട്ടറി ഷാജിർ അർഫത്ത് പ്രതികരിച്ചു. റോഡ് വികസനം ഈ MLA പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വാർഡിൽ 69 വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് അദ്ദേഹം തടഞ്ഞു വീണത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ അദ്ദേഹം തടഞ്ഞു വീണു. അദ്ദേഹത്തിൻ്റെ ഷോൾഡർ പൊട്ടി. ഇത്രയും വികസനം ഇനി എന്തും വല്ലതും പറയാനുണ്ടോ ആ MLAക്ക്? ഇനി നമുക്ക് പറയാനുള്ള കാര്യം, ഒന്ന് നിങ്ങൾ സരോവരം പാർക്കിലേക്ക് ചെല്ലണം. ഒരു ഫാമിലിക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റുമോ? എന്താ അവിടുത്തെ സ്ഥിതി? നിങ്ങളെന്താ എന്ത് വികസനമാണ് ഇവർക്ക് പറയാനുള്ളത്? ഞാൻ ചോദിക്കുക, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെതിരെ ഭരിക്കുന്ന ആ പാർട്ടി തന്നെ ഈ ഗവൺമെൻറ്റിനെതിരെ പ്രമേയം പാസാക്കില്ലേ? ഈ പൊതുമരാമത്ത് വകുപ്പ് പരാജയമാണെന്നാ അതിനർത്ഥം. പിണറായി വിജയൻ്റെ ഗവൺമെൻറ് പരാജയമാണ്. ഈ നോർത്ത് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉള്ള MLA പരാജയമാണെന്നാ. ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും, ഒരു സംശയവും വേണ്ട. നോർത്ത് നിയോജക മണ്ഡലത്തിൻ്റെ വികസനം എന്താണെന്ന് ഞങ്ങൾ പൊതുസമൂഹത്തിന് കാണിച്ചു തരാം. മണ്ഡലത്തിൽ നേട്ടങ്ങൾ ഉണ്ടെന്ന് LDF ആവർത്തിക്കുമ്പോഴും നഗരമധ്യത്തിലെ കനോലി കനാൽ നവീകരണം ഉൾപ്പെടെ കട്ടപ്പുറത്താണെന്ന് BJP കൗൺസിലർ നവ്യ ഹരിദാസ് ആരോപിച്ചു. ഇതിൻ്റെ നഗരഹൃദയത്തിലൂടെ പാസ് ചെയ്യുന്ന ഒരു നാഡിയാണ് നമ്മുടെ കനോലി കനാൽ എന്നത്. ആ കനോലി കനാലിനെ വികസിപ്പിച്ചുകൊണ്ടൊരു കനാൽ സിറ്റി ആക്കുമെന്നുള്ളതും ജലഗതാഗതം ഉറപ്പുവരുത്തുമെന്നുള്ളതും അറ്റ്ലീസ്റ്റ് അതിനൊന്ന് ശുദ്ധീകരിച്ച് നിർത്താം എന്നുള്ളതും ഒക്കെ MLA കൊടുത്തിരുന്ന ഒരു വാക്കാണ്. എന്നാൽ ഇന്നും കനോലി കനാൽ നമ്മൾ നോക്കുമ്പോൾ ആശുപത്രികളുടെ ദുർഗന്ധം പേറിക്കൊണ്ട് അതിലെ മലിനജലം പേറിക്കൊണ്ട് പോകുന്ന ഒരു ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച. കറുത്ത ജലമാണ് അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ കാലങ്ങളിൽ ആളുകൾ അതിൻ്റെ സമീപത്തൂടെ നടക്കാൻ പോകാറുണ്ട്.
അവരും പറയുന്നത് ഈ കനോലി കനാലിൻ്റെ ചില ഭാഗങ്ങളിൽ എത്തുമ്പോൾ മൂക്ക് പൊത്തിക്കൊണ്ടേ സഞ്ചരിക്കാൻ സാധിക്കുന്നുള്ളൂ. കാരണം രാത്രി കാലങ്ങളിൽ അതിലൂടെ മാലിന്യം ഒഴുക്കുന്നത് ഇന്ന് പതിവായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ പല മണ്ഡലങ്ങളിലും വലിയ തിരിച്ചടി നേരിട്ടെങ്കിലും കോഴിക്കോട് നോർത്തിൽ ലീഡ് നിലനിർത്താൻ സാധിച്ചത് ഇടതിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവൻ നേടിയ 14,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDFന്റെ പ്രതീക്ഷ. എന്നാൽ കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിലും MK രാഘവന് ഭൂരിപക്ഷം ലഭിക്കുന്ന മണ്ഡലം നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ ഇടതിനെയാണ് പിന്തുണയ്ക്കുന്നത്. പരമ്പരാഗത വോട്ടുകൾക്കും അപ്പുറം നഗര കേന്ദ്രീകൃതമായ മണ്ഡലം എന്നതിനാൽ പ്രവചനങ്ങൾക്ക് പ്രസക്തിയില്ല. കോർപ്പറേഷനിൽ ഉൾപ്പെടെ കരുത്ത് കാട്ടുന്ന BJPയും ശക്തമായ പ്രവർത്തനവുമായി രംഗത്തുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോട്ടത്തിൽ രവീന്ദ്രൻ മാറി നിന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി A. പ്രദീപ് കുമാറിനാണ് സാധ്യത. KPCC ജനറൽ സെക്രട്ടറി K. ജയന്തിനാണ് UDFൽ പ്രഥമ പരിഗണന നൽകുന്നത്. വിദ്യാ ബാലകൃഷ്ണൻ, KM അഭിജിത്ത് എന്നിവരുടെ പേരുകളും മണ്ഡലത്തിൽ ചർച്ചയിലുണ്ട്. BJP MT രമേശിലേക്ക് നീളുന്നുണ്ടെങ്കിലും അദ്ദേഹം മത്സരത്തിനില്ലെങ്കിൽ നവ്യ ഹരിദാസിനോ KP പ്രകാശ് ബാബുവിനോ നറുക്കു വീഴും. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ വിജയത്തിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചെടുക്കാൻ തത്രപ്പാടിലാണ് കോൺഗ്രസ്. കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്.